ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 81. അടുത്ത ബാബു അൽ ഹാദി അഷർ 11ാമത്തെ ബാബു ലാ യുദ്ബഹു ലില്ലാഹി ബിമക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടി ആണെങ്കിലും അറക്കരുത് എന്നത് സംബന്ധിച്ച അധ്യായം. ഇന്ന് ഈ കിതാബ് തൗഹീദിലുള്ള ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഷറഹ് അടുത്ത ദിവസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ ഭാഗത്തിൻ്റെ അൻവർ ഫദ്ബരി ഉസ്താദ് എഴുതിയ നളവ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതത്വഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അള്ളാഹുവിൻ്റെ വചനം, ഖൗലുല്ലാഹി തആല, ലാ തഖും ഫീഹി, അതിൽ താങ്കൾ നിന്ന് നമസ്കരിക്കരുത്, അല്ലെങ്കിൽ നിസ്കരിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഒരിക്കലും എവിടെ? മസ്ജിദുൽ ദിറാർ എന്നറിയപ്പെട്ട മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ ഉണ്ടാക്കിയ മസ്ജിദ്. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയതായിരുന്നില്ല, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. കപടവിശ്വാസികൾ ഉണ്ടാക്കിയതായിരുന്നു അത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കരുത് എന്ന് അള്ളാഹു നിരോധിക്കുകയാണ്. ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിനം തന്നെ തഖ്വയിൽ, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട മസ്ജിദ്. ആ മസ്ജിദ് തന്നെയാണ് അഹഖു, ഏറ്റവും യോഗ്യമായത്, അൻ തഖൂമ ഫീഹ്, അതിൽ നിസ്കാരം താങ്കൾ നിർവഹിക്കാൻ. താങ്കൾക്ക് നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യമായത് തഖ്വയിൽ അധിഷ്ഠിതമായി ആദ്യം തന്നെ സ്ഥാപിക്കപ്പെട്ട മസ്ജിദാണ്. അതായത് ഖുബായിലെ മസ്ജിദ് ഖുബ, മദീനയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച മസ്ജിദ് എന്നതാണ്. ഖുബായിലെ മസ്ജിദാണ് ഉദ്ദേശിക്കുന്നത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതത്വഹറൂ ഫീഹി, ആ മസ്ജിദിലുണ്ട് റിജാലുൻ, ആളുകൾ, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, അൻ യതത്വഹറൂ, ശുദ്ധീകരിക്കാൻ, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അള്ളാഹു ശുദ്ധീകരിക്കുന്നവരെ, ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. സൂറത്ത് തൗബ 108ാമത്തെ ആയത്താണ്. അൻ സാബിത്ത് ബിൻ ദഹാഖ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇനി പറയുന്നത് അടുത്തൊരു ഹദീസാണ്. നദറ റജുലുൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി നേർച്ചയാക്കി, നദർ ചെയ്തു, ഒരു സഹാബി, അയ്യൻഹറ ഇബിലൻ, ഒരു ഒട്ടകത്തെ നെഹർ ചെയ്യാൻ, അതായത് അറക്കാൻ. ഒട്ടകത്തിന് അറക്കുന്നതിന് നെഹറ എന്ന് പറയുന്നത് ബുവാന എന്ന സ്ഥലത്ത്. ഫസഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപ്പറ്റി അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഞാൻ പണ്ട് നേർച്ചയാക്കിയതാണ്, അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദു, അപ്പോൾ ജാഹിലിയത്തിലെ ബിംബങ്ങൾ, ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളിൽ നിന്നുള്ള വല്ല ബിംബവും ആ പ്രദേശത്ത് ഉണ്ടോ? ബുവാന എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വീണ്ടും, ഹൽ കാന ഫീഹാ ഈദും മിനൽ അഅയാദിഹിം, അവരുടെ ഉത്സവങ്ങളിൽപ്പെട്ട വല്ല ഉത്സവവും ആ നാട്ടിൽ നടന്നിരുന്നോ പണ്ട്? ഇപ്പോഴില്ലെങ്കിലും പണ്ട് നടന്നിരുന്നതാണ്, കാനാന്നാണ്. ഖാലു, അവർ പറഞ്ഞു, ഇല്ല എന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് അപ്പോൾ പറഞ്ഞു, ഊഫി ബിനദിരിക, എങ്കിൽ തൻ്റെ നെതിർ താൻ പൂർത്തിയാക്കോ, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കോ, കുഴപ്പമില്ല. കാരണം അവിടെ ബിംബങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പ്, അങ്ങനെ പൂജിക്കപ്പെട്ടില്ല, അവരുടെ ഷിർക്കൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉത്സവങ്ങളും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ കുഴപ്പമില്ല.
ഫൈ ഇന്നഹു ലാ വഫാ ബിനദിരിൻ ഫി മാസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ വിഷയത്തിൽ ഒരു നെതിർ പൂർത്തീകരണവും ഇല്ല. അതായത് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ അത് പൂർത്തീകരിക്കണ്ട എന്നതാണ്. വലാഫിമ ലാ യംലിക്കു ഇബ്നു ആദം മനുഷ്യന് ഉടമപ്പെടാത്തതിലും നെതിർ ഇല്ല. റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വ ഇസ്നാദുഹു അലാ ഷർത്തിഹിമ. ഇനി ഫിഹി മസായിൽ, ഇതിൽ കുറേ മസ്അലകളുണ്ടെന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അൽ ഊല, ഒന്നാമത്തത് തഫ്സീർ ഖൗലിഹി ലാ തഖൂം ഫിഹി അബദ, അവിടെ താങ്കൾ ഒരിക്കലും നിസ്കരിക്കരുത് എന്ന് പറഞ്ഞില്ലേ മസ്ജിദുൽ ദിറാറിൽ, അതിൻ്റെ വ്യാഖ്യാനം. അസാനിയ, രണ്ടാമത്തത് അന്നൽ മഅസിയത ഖദ് തുഅസ്സിറു ഫിൽ അർളി, പാപങ്ങൾ ചിലപ്പോൾ അത് ചെയ്ത ഭൂമിയിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണല്ലോ ആ നാട്ടിൽ അവിടെ വെച്ച് നടത്താൻ പറ്റുമല്ല എന്നുള്ളതിന് ചോദിച്ചപ്പോൾ അവിടെ ബിംബങ്ങൾ ഉണ്ടായിരുന്നോ, ഇപ്പം ഉണ്ടാകുന്നല്ല, ഉണ്ടായിരുന്നോന്നാ, മുമ്പുണ്ടായിരുന്നോന്ന് എന്ന് വരെ നബി ചോദിച്ചു. അവിടെ ഷിർക്കൻ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ ആ ഭൂമിയിൽ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളതാണ്. ഖദാലിക അത്വാ, അപ്രകാരം തന്നെ അള്ളാഹുവിന് വഴിപ്പെടുന്നത്, അതും അങ്ങനെ ഭൂമിയിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. അസാലിസ, മൂന്നാമത്തത് റദ്ദുൽ മസ്അലത്തിൽ മുഷ്കിലത്തി ഇലൽ മസ്അലത്തിൽ ബയ്യിനത്തി, സംശയാസ്പദമായ മുഷ്കിലായ മസ്അലകൾ അത് എതിലേക്ക് വഴിതിരിച്ചുവിടുക, ബയ്യിനത്തായ അതിൽ നിന്ന് മാറി ബയ്യിനത്തായ വ്യക്തമായ മസ്അലയിലേക്ക് മാറാന്നുള്ളത്. ലിയസൂൽ അൽ ഇഷ്കാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, നീക്കം ചെയ്യാൻ. അറാബിയ, നാലാമത്തത് ഇസ്തിഫ്സാലുൽ മുഫ്തി ഇദഹ്താജ് ഇലാ ദാലിക്, ഫത്വ പറയുന്ന ആൾ മുഫ്തി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഫത്വ പറയുന്നതിന് മുമ്പ് ചോദ്യം ചോദിച്ച അയാളോട് അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ, വ്യക്തത വരുത്താൻ വേണ്ടി വിശദീകരണം ആവശ്യപ്പെടാം. അപ്പം ഞാൻ പണ്ട് ജാഹിലിയ കാലത്ത് ഒരു നേർച്ചയാക്കിയിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നാണല്ലോ ആ സ്വഹാബി ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് അതിന് പറ്റുന്നോ പറ്റില്ല എന്ന് പറഞ്ഞു മറുപടി പറയാതെ വിശദീകരണം ചോദിക്കുകയാണ്. അവിടെ ബിംബങ്ങളുണ്ടായിരുന്നോ, അവിടെ ജാഹിലിയത്തിന് ഉത്സവങ്ങളുണ്ടായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അനുമതി കൊടുത്തത്. അൽ ഖാമിസ്, അഞ്ചാമത്തേത് അന്ന തഖ്സീസ് അൽ ബുഖാഅത്തി ബിൻ നദിരി ലാ ബഅസ് ബിഹി ഇദാ ഖലാ മിനൽ മവാനി, തടയുന്ന കാര്യങ്ങൾ, പ്രതിബന്ധങ്ങളായിട്ടുള്ള ശർഈയായിട്ടുള്ള പ്രതിബന്ധങ്ങൾ മവാനി ഒന്നുമില്ലെങ്കിൽ ഒരു നേർച്ചയാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം പ്രത്യേകമാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അസാദിസ, ആറാമത്തത് അൽ മൻഉ മിൻഹു ഇദാ കാന ഫീഹി വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യ, തടയൽ അല്ലെങ്കിൽ പാടില്ലാത്തത്, നിരോധം വരുന്നത് എപ്പോഴാണ്? ജാഹിലിയത്തിൻ്റെ ബിംബങ്ങളിൽപ്പെട്ട ബിംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലു ബഅദ സവാലിഹി, അത് നീക്കം ചെയ്ത ശേഷമാണെങ്കിലും പറ്റില്ല. ബിംബങ്ങൾ പണ്ടുണ്ടായിരുന്ന ആണെങ്കിൽ തന്നെ പറ്റില്ല എന്നർത്ഥം. അസാബിയ, ഏഴാമത്തത് അൽ മൻഉ മിൻഹു ഇദാ കാന ഫീഹി ഐദുൻ മിൻ അയാദിഹിം വലു ബഅദ സവാലിഹി, അതേപോലെ അവിടെ നേർച്ച പാടില്ലാത്തത് എപ്പോഴാണ്? ഒരു പ്രദേശത്ത് അവിടെ ആ നാട്ടിൽ പ്രത്യേകമായിട്ട് നേർച്ചക്ക് കണക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഒരു നാട്ടിൽ ബിംബുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ പിന്നെ ഒരു നേർച്ചയും ചെയ്യരുത് എന്നല്ല, ആ നാട്ടിൽ പ്രത്യേകമായിട്ട് നേർച്ചക്ക് കണക്കാക്കുക എന്നുള്ളത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉത്സവങ്ങൾ, ഷിർക്കൻ ഉത്സവങ്ങൾ ഉണ്ടായിരുന്ന നാടാണെങ്കിൽ അവിടെ ആ നാടിനെ പ്രത്യേകമാക്കാൻ പറ്റില്ല. നേർച്ചക്ക് വേണ്ടിയിട്ട് ഇന്ന നാട്ടിൽ നിന്ന് അവിടെ ഇത്തരം നാട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അസാമിന്, എട്ടാമത്തത് അന്നഹു ലാ യജൂസുൽ വഫാഉ ബിമാ നദറ ഫി തിൽക്കൽ ബുഖ, അത്തരം സ്ഥലങ്ങളിൽ ഷിർക്കൻ ഉത്സവങ്ങളോ ബിംബങ്ങളൊക്കെ ഉള്ള നാട്ടിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ നാട്ടിൽ അവിടെ പ്രത്യേകമായിട്ട് നേർച്ച ആക്കിയാൽ അത് പൂർത്തീകരിക്കൽ അനുവദനീയമല്ല. ലി അന്നഹു നെദുറു മാസിയത്തിൻ, കാരണം അത് പാപകരമായ നേർച്ചയാണ്. അപ്പോൾ ആ ബിംബത്തിനെ ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ആരാധന, അതിൻ്റെ സാമീപ്യം ഉദ്ദേശിക്കലൊക്കെ അതിൽ വന്നു ചേരാം. ഈ ചെയ്യുന്ന ആളത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതൊക്കെ ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. അത്താസിയ, ഒമ്പതാമത്തത് അൽ ഹിദുറു മിൻ മുഷാബഹത്തിൽ മുശ്രിക്കീന ഫി അയാദിഹിം, ഉത്സവങ്ങളിൽ മുശ്രിക്കീങ്ങൾ, ബഹുദൈവവിശ്വാസികളുടെ ഉത്സവങ്ങളിൽ അവരോട് സദൃശമാകലിനെ തൊട്ട് മുന്നറിയിപ്പ്
അത് സൂക്ഷിക്കണമെന്നത് ഹിദർ. വലൗലം യക്സുദുഹു, അവിടെ ഉദ്ദേശ്യം ആ ഉത്സവം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും. അൽ ആഷിറ, പത്താമത്ത് ലാ നദറ ഫി മാസിയതി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു നേർച്ചയും പാടില്ല. അൽ ഹാദി അഷറ, 11-ാമത്ത് ലാ നദറ ലിബിനി ആദമ ഫീമാ ലാ യംലിക്, മനുഷ്യൻ ഉടമപ്പെടുത്താത്തൊരു കാര്യത്തിൽ നദർ പാടില്ല എന്നത്. ഇനി ഇവിടെ ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ ഭാഗം നളുമ് ചെയ്തത് കാണാം. അത്തുൽ ഉൻ നളീദ് നളുമ് കിതാബി തൗഹീദ് മഅ തഅലീഖ് മുഫീദ്. وقول ربي لا تقم فيه إلى المطهرين فاقرؤوا يا من أقل عن ثابت يقول إن رجلا عليه نذر أي بنهر إبلا وذاك في بوانة فسأل له النبي حالها مستفصلا وذاك في بوانة فسأل له النبي حالها مستفصلا هل كان فيها وثن أو عيدهم قالوا له لا أو فقاله لهم ولا وفاء إن يكن محرما ولا الذي لا يملك ابن آدم وقول ربي لا تقم فيه എന്ന് തൊട്ട് ഇലൽ മുത്തഹിരീൻ വരെയുള്ള ആയത്ത്. അതായത് ലാ തഖും ഫീഹി അബദൻ എന്ന് തൊട്ട് യുഹിബ്ബുൽ മുത്തഹിരീൻ. സൂറത്ത് തൗബ 108-ാമത്തെ ആയത്ത് എന്താണ്? ഫഖറഊ, നിങ്ങൾ ഓതൂ, യാമൻ അഖൽ, ഓ ബുദ്ധിയുള്ളവനെ. അൻ സാബിത്തിൻ യഖൂലു, സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, നിവേദനം, ഇന്ന റജുലൻ, നിശ്ചയം ഒരു വ്യക്തി, അലൈഹി നദറുൻ, അയാളുടെ മേലൊരു നദർ ഉണ്ടായിരുന്നു, ഒരു നേർച്ച. അതായത് എന്താണ്? ബിനഹരി ഈബില, ഒരു ഒട്ടകത്തിനെ അറക്കണം എന്ന് അദ്ദേഹത്തിന് നേർച്ച ഉണ്ടായിരുന്നു. എവിടെ? വദാക ഫി ബുവാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത്. മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലം തോന്നുന്നത്. സഅല ലഹു, സഅല എന്നേ ഉള്ളൂ, സഅല എന്ന് നീട്ടിയത് ബൈത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തോട് ചോദിച്ചു. ആര് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാലഹ, അതിൻ്റെ അവസ്ഥ, ആ നാടിൻ്റെ അവസ്ഥ, അതേ സംബന്ധിച്ച് മുസ്തഫ്സില, വിശദീകരിച്ചുകൊണ്ട് നബി ചോദിച്ചു, വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഹൽക്കാന ഫീഹ വാസനുൻ, അവിടെ ബിംബമുണ്ടായിരുന്നോ എന്ന്. ഔ ഈദുഹും, അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ ഉത്സവം ഉണ്ടായിരുന്നോ എന്ന്. ഖാലൂലുഹു, അപ്പോൾ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, ലാ, ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഔഫി, പൂർത്തീകരിക്കുക. ഖാലഹു, അത് പറഞ്ഞു. ആര്? ഔഫി എന്ന് പറഞ്ഞു. ലഹും, അവരോട്. ഖാല, നബി പറഞ്ഞു. ഹു, അതിനെ, അതായത് ഔഫി എന്ന് പറഞ്ഞത്, പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞത് ലഹും, അവരോട് നബി പറഞ്ഞതർത്ഥം. വല വഫാ ഇൻ യക്കുൻ മുഹറമ, വല വഫാ, പൂർത്തീകരിക്കാൻ പാടില്ല. ഈ യക്കുൻ, അതാണെങ്കിൽ, ഏത്? നെതിർ നേർച്ചയാണെങ്കിൽ, മുഹറമ, നിരോധിക്കപ്പെട്ട നേർച്ചയാണെങ്കിൽ. വലല്ലദീ ലാ യംലികു ഇബ്നു ആദമ, മനുഷ്യൻ ഉടമപ്പെടാത്ത കാര്യം ആണെങ്കിലും എന്ന്. ഈ അടുത്തത് തഫ്സീറു ലാ തഖും വ അന്ന الذنب قد يلفى مؤثرا بأرض إن وجد كذلك الطاعة رد المشكل إلى وضوحه لهم كي ينجلي وهكذا استفصال مفت وأجز تخصيص موضيع بنذر إن حرز. തഫ്സീർ ലാ തഖും, അപ്പോൾ ഇതിൽ ഫീ മസായിൽ, പല മസാലകളുണ്ടെന്ന് പറഞ്ഞില്ലേ. ലാ തഖും ഫീഹി എന്നുള്ള ആയത്തുണ്ടല്ലോ, സൂറത്ത് തൗബയിലെ 108-ാമത്തെ ആയത്ത്, അതിൻ്റെ തഫ്സീർ ഇതിൽ വരുന്നു എന്നർത്ഥം. വ അന്ന ദംബ, നിശ്ചയം പാപം എന്നത്, ഖദ് യുൽഫാ മുഅസ്സിറൻ ബി അർദിൻ ഇൻ വുജിദ്, അത് ഒരു പ്രദേശത്ത് വെച്ച് ചെയ്യുമ്പോൾ ആ പ്രദേശത്തിന് അതിൻ്റെ തഅ്സീർ, അനുരണനങ്ങൾ, ഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം.
ദോഷകരമായ ഫലങ്ങൾ. ഖദാലിക ത്വാഅത്തു, അപ്രകാരം തന്നെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയം. അടുത്തത് മറ്റൊരു വിഷയം എന്താണ്? റദ്ദുൽ മുഷ്കിലി, സംശയകരമായ മസ്അല മടക്കുക, ഇല വുദൂഹിഹി, അത് വ്യക്തമായ മസ്അലകളിലേക്ക്, ലഹും അവർക്ക്, ആളുകൾക്ക്, കൈ എഞ്ചലി, അത് വ്യക്തമാകുന്നതിന് വേണ്ടി, ക്ലിയർ ആകുന്നതിന്. വഹാക്കഥ ഇസ്തിഫ്സാലു മുഫ്തിൻ, അതേപോലെ ഫത്വ കൊടുക്കുന്നയാൾ വിശദീകരണം ചോദിക്കൽ, അതും ഇതിൽ തെളിവുണ്ട്. വ അജിസ് തഖ്സീസി മൗദിഇൻ ബിനദരിൻ ഇൻഹുരിസ്, അപ്പോൾ നെതിർ കൊണ്ട് ഒരു പ്രത്യേക ഒരു സ്ഥലത്തെ പ്രത്യേകമാക്കുക, ഇന്ന സ്ഥലത്ത് പോയി നെതിർ ചെയ്യുക എന്നുള്ളത് അതിന് കുഴപ്പമില്ലാതെ അനുവദനീയാക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിൽ ഇൻഹുരിസ്, അത് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, എവിടുന്ന്? അൻകുല്ലി മാനിഇൻ ഫലാ ഇൻ കാന സം മിൻ വാസനിൻ വലൗ ഉസില ലാ യുഅം ഔ കാന ഈദുഹും വലൗ ഉസില ഫലാ വഫാഅ ലാ തറാ സബീല വഹിദ്റും മിൻ ശിബ്ഹി മുശ്രികീന ഫി അയാദിഹിം വലൗ ബിലാ ഖസ്ദിൻ യഫീ ലാ നദ്റ ഫീ മഅസിയത്തിൻ വഫിൽ ലദി ലാ യംലികുൽ ഇൻസാനു ഫഹ്ഫദ് വഹ്തദീ. അപ്പോൾ ആ സ്ഥലം, ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് നേർച്ചയാക്കുകയാണെങ്കിൽ ആ സ്ഥലം ഹിർസുള്ളതാവണം. ഇവിടുന്ന് അൻകുല്ലി മാനിഇൻ, എല്ലാ ഷറായി തടയുന്ന കാര്യങ്ങളെ തൊട്ടും, ഫല ഇൻകാനസം, അപ്പോൾ അങ്ങനെ അല്ലെങ്കിലോ അത് പാടില്ല. അതുപോലെ എന്തിൽ നിന്നൊക്കെ മുക്താകണമെന്ന്? മിൻ വസനിൻ, ബിംബത്തിൽ നിന്ന്, വലൗ ഉസീല ലാ യുഅം, അത് ആ ബിംബം പിന്നീട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും, അതേപോലെ അവിടെ അത് ആ ബിംബത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നെങ്കിൽ പോലും അത് പാടില്ല. അവിടെ പ്രത്യേകമായി നെതിറിന് കണക്കാക്കാൻ പാടില്ല നേർച്ചക്ക്. ഔകാന ഈദൂഹും, അല്ലെങ്കിൽ ആ നാട്ടിൽ, ആ പ്രദേശത്ത് നേർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ മുശ്രിക്കുകളുടെ ഉത്സവം ഉണ്ടായിരുന്നെങ്കിൽ, വലൗ ഉസീല, അത് പിന്നീട് നീക്കം ചെയ്യപ്പെട്ടതാണെങ്കിലും, ഫലാ വഫാ, അപ്പോൾ അത് പൂർത്തീകരിക്കാൻ പാടില്ല എന്ന്. വാഹിദുറുൻ മിൻ ഷിബ്ഹിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ സദൃശമാകലിൽ നിന്ന് സൂക്ഷിക്കണം എന്നുള്ളത്. ഫി അയാദിഹിം, അവരുടെ ഉത്സവങ്ങളിൽ, വലൗ ബിലാ ഖസ്ദിൻ, അത് ഉദ്ദേശം കൂടാതെയാണെങ്കിലും, അതിൽ പങ്കെടുക്കാനുള്ള ഉദ്ദേശത്തിലൂടെ ഒന്നുമല്ലെങ്കിലും, ലാ നദ്റ ഫീ മഅസിയത്തിൻ, പാപകരമായ കാര്യത്തിൽ നേർച്ച പാടില്ല. ഫില്ലദീ ലാ യംലികുൽ ഇൻസാനു